ഹലോ നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു അടിപൊളി അപ്കമിങ് എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സ്റ്റോറി തന്നെയാണ് കേട്ടോ. അങ്ങനെ അലീന ഹോസ്പിറ്റലിലാണല്ലോ ഇപ്പോൾ. ഇങ്ങനെയൊക്കെ കുത്തേറ്റ് അലീന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയേക്കാണ്. അപ്പോൾ അവിടെ വെച്ച് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മനുവിനോട് അലീന എല്ലാ സത്യങ്ങളും തുറന്ന് പറയുന്നുണ്ട്. ഹരിയും രോഹിത്തും തന്നെ ആക്രമിച്ചതാണെന്ന് പറയുകയും അതനുസരിച്ച് ഹരിയെയും രോഹിത്തിനെയൊക്കെ നല്ലതുപോലെ പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട് മനു കേട്ടോ. അങ്ങനെ എൻ്റെ പെണ്ണിനെ ഇനി മേലിലെങ്ങാനും തൊട്ടിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് നല്ലതുപോലെ ഹരിയെ പെരുമാറുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് കമല. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലൊക്കെ കാണിക്കുന്നത്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ്. നമ്മളെല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു എപ്പിസോഡാട്ടോ. നമ്മൾ വളരെയധികം ഇഷ്ടത്തോടെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എപ്പിസോഡാണ്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ അലീന ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡിസ്ചാർജ് ആയതിനൊക്കെ ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയത്തുള്ളൊരു എപ്പിസോഡാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതേസമയം ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അലീന ആരാണ് എന്നുള്ള സത്യം ബാലചന്ദ്രൻ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. രേവതിക്കുട്ടി വഴിയാണ് ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ ആകെ തകർന്നു പോകുന്നുണ്ട്. തൻ്റെ ജീവിതത്തിലേക്ക് വൈജ കയറി വന്നത് ഇങ്ങനെയൊരു ചതി മറച്ചു വെച്ചുകൊണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ബാലചന്ദ്രൻ ആകെ തകർന്നു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകെ തകർന്ന മനസ്സുമായിട്ടാണ് പിന്നീട് ബാലചന്ദ്രൻ വീട്ടിലേക്ക് എത്തുന്നത്. വൈജയോടൊക്കെ പിന്നീട് ഭയങ്കര ദേഷ്യമാണ് ബാലചന്ദ്രൻ കേട്ടോ. തന്നെ ചതിച്ചു എന്നുള്ള ആ ഒരു ഫീലിങ്, അതുപോലെ ആ കുടുംബത്തോട് മുഴുവനും നമ്മുടെ വൈജയുടെ അച്ഛൻ, മുത്തശ്ശൻ, നമ്മുടെ അലീനയുടെ മുത്തശ്ശനൊക്കെ ഉണ്ടല്ലോ, മുത്തശ്ശനോടൊക്കെ ഭയങ്കര ദേഷ്യമാണ്. മുത്തശ്ശിയോടും ദേഷ്യം തന്നെയാണ്. പിന്നീട് മുത്തശ്ശിയോട് ഭയങ്കര നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നുണ്ട്. കാരണം മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മോനെ, ഞാൻ എന്ത് ചെയ്യാനാണ്, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ഇനി അവളെ എനിക്ക് കൊല്ലാനൊന്നും പറ്റത്തില്ലല്ലോ, പിന്നീട് നിന്നോടെല്ലാം മറച്ചു വെച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്, പക്ഷെ അതല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല അവൾക്കൊരു ജീവിതം കിട്ടാനായിട്ട്. നിനക്കാണെങ്കിൽ അവൾ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലോ, എൻ്റെ ഇഷ്ടത്തെ നിങ്ങളെല്ലാവരും കൂടി മുതലെടുത്തതല്ലേ എന്ന് വരെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ എന്താണെങ്കിലും ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ആ സത്യങ്ങളൊക്കെ ബാലചന്ദ്രൻ അറിഞ്ഞു എന്നുള്ളത് മുത്തശ്ശിയും അറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അലീനയ്ക്കും മുത്തശ്ശിക്കും ബാലചന്ദ്രനും മാത്രമേ തൽക്കാലം ഇപ്പോൾ സത്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. പിന്നീട് ഓരോരുത്തരായിട്ടും അറിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ വൈജയന്തി മാത്രം അറിയത്തില്ല കേട്ടോ. വൈജയന്തി ഏറ്റവും അവസാനമാണ് അലീന തൻ്റെ മകളാണ് എന്നുള്ള സത്യം തിരിച്ചറിയുന്നതൊക്കെ. അതൊക്കെ ശരിക്കും ഹൃദയസ്പർശിയായ ഭാഗങ്ങൾ തന്നെയാണ്. ഇനി വരാൻ പോകുന്ന ഓരോ എപ്പിസോഡും വളരെയധികം ഹൃദയസ്പർശിയാണ് കേട്ടോ. അങ്ങനെ അലീന അസുഖമൊക്കെ ഭേദമായതിനു ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തിയതിന് ശേഷം അലീന അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടക്കാനൊന്നും ആയിട്ടില്ല. കാരണം മുറിവൊക്കെ ഉണങ്ങി വരുന്നല്ലേ ഉള്ളൂ. പക്ഷെ അവിടെ ഉണ്ടാകുന്ന ഒരു സർപ്രൈസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ശർമ്മയ്ക്ക് അലീനയോടുള്ള അനിഷ്ടമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അലീനയുടെ നന്മയും അവളുടെ സ്നേഹവും ഒക്കെ കണ്ട് മനസ്സിലാക്കി ഡോക്ടർ ശർമ്മയ്ക്ക് തന്നെ അലീനയോടൊരു പ്രത്യേകതരം ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ ശർമ്മ അലീനയെ കാണാനായിട്ട് വരുന്നുണ്ട്. അലീനയെ തനിച്ചല്ല കേട്ടോ ഡോക്ടർ ശർമ്മ കാണാനായിട്ട് വരുന്നത്, കൂടെ നമ്മുടെ റിങ്കു കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ റിങ്കുവിനെയും കൂട്ടിയിട്ടാണ് ഡോക്ടർ ശർമ്മ അലീനയെ കാണാനായിട്ട് വരുന്നത്. അലീനയെ കണ്ട ഉടനെ തന്നെ ഡോക്ടർ ശർമ്മയുടെ കയ്യിൽ നിന്നും കുതറി ഓടിക്കൊണ്ട് റിങ്കു ഓടി ചെല്ലുക കേട്ടോ അലീനയുടെ അടുത്തേക്ക്. അലീനയാണെങ്കിൽ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്തൊന്ന് സംശയിച്ച് ഡോക്ടർ ശർമ്മയെ ഇങ്ങനെ നോക്കുമ്പോൾ ശർമ്മയും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അലീനയ്ക്ക് ഒരു സമാധാനമാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അലീന റിങ്കുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കട്ടോ, ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. അലീന ചോദിക്കുന്നുണ്ട്, എടാ കുട്ട, നീയാണല്ലേ എന്നെ രക്ഷിച്ചത്, നിനക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കൊഞ്ചിക്കുന്നുണ്ട് റിങ്കുവിനെ. റിങ്കു ആണെങ്കിൽ അലീനയെ ഇങ്ങനെ സ്നേഹത്തോടും ഇങ്ങനെ അവളുടെ മുഖത്തോട് മുഖം ചേർത്തും അവളെ ഇങ്ങനെ നക്കാനൊക്കെ നോക്കിയും ഒക്കെ ഇങ്ങനെ ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കുക കേട്ടോ റിങ്കു. അങ്ങനെ അവർ തമ്മിലുള്ള കുറച്ച് സ്നേഹപ്രകടനങ്ങളാണ് ആ സമയത്തൊക്കെ കാണിക്കുന്നത്. ആ ഒരു എപ്പിസോഡ്, ആ ഒരു ഭാഗം എന്ന് പറയുന്നത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഭാഗമാണ്. ശരിക്കും നമ്മൾക്ക് കാണാനായിട്ട് കാത്തിരിക്കുന്ന ഒരു ഭാഗം കേട്ടോ. കാരണം എപ്പോഴും റിങ്കു അലീനയെ കാണാനായിട്ട് വരുന്ന സമയത്ത് ഡോക്ടർ ശർമ്മ വന്ന് വഴക്കുണ്ടാക്കി കൂട്ടിക്കൊണ്ട് പോവുകയൊക്കെയാണല്ലോ ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ ശർമ്മ തന്നെ അലീനയെ കാണാനായിട്ട് റിങ്കുവിനെ കൊണ്ടുവന്നേക്കുകയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമാവാണ് അലീനയ്ക്ക്. അലീന അവനെ കുറേ നേരം ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട് കേട്ടോ.
കുറേ നേരം അവനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. നിനക്ക് എന്നോട് അത്രയും ഇഷ്ടമായിരുന്നോടാ, നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോയേനല്ലോ, നീ എന്നെ വന്ന് രക്ഷിച്ചല്ലോ, ഞാൻ നിന്നോട് എന്ത് ചെയ്തിട്ടാണ് നിനക്ക് എന്നോട് ഇത്രയും സ്നേഹം എന്നൊക്കെ ചോദിച്ച് അലീന ഇങ്ങനെ റിങ്കുവിനോട് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും ബാലചന്ദ്രനും ഡോക്ടർക്കൊക്കെ ശരിക്കും സന്തോഷം സങ്കടമൊക്കെ വരും കേട്ടോ. വൈജയാണെങ്കിൽ ആകെ മുഖം വീർപ്പിച്ച് നിൽക്കണം. ഇതൊക്കെ ഇപ്പോൾ എന്ത് എന്നുള്ളൊരു ഭാവത്തിലാണ് വൈജ. എന്താണെങ്കിലും നല്ലൊരു എപ്പിസോഡാണ് ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ. പിന്നീട് അങ്ങോട്ട് റിങ്കു എപ്പോഴും അലീനയെ കാണാനായിട്ട് വരും കേട്ടോ. ഡോക്ടർ ശർമ്മ ഒരു തടസ്സവും പറയില്ല. എപ്പോൾ മോർണിംഗ് വാക്കിന് പോവുകയാണെങ്കിലും ഡോക്ടറുടെ കയ്യിൽ നിന്ന് പിടിവിടിച്ചുകൊണ്ട് ഓടിപ്പോകും അലീനയുടെ അടുത്തേക്ക്. പിന്നെ ഡോക്ടർ തന്നെ അവനെ പറഞ്ഞയക്കൂട്ടോ അങ്ങോട്ടേക്ക്. അലീന അവിടെ മുറ്റടിക്കുകയും പുറത്തൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഡോക്ടർ തന്നെ റിങ്കുവിനെ അലീനയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു എപ്പിസോഡ് തന്നെയാണ് വരാനായിട്ട് പോകുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞേക്കാണല്ലോ. അലീന വീട്ടിലേക്ക് വരുന്ന സമയത്ത് എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞേക്കാണ്. പിന്നെ അലീനയോട് സംസാരിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് എല്ലാ കാര്യങ്ങളും അലീനയോട് ബാലചന്ദ്രൻ ചോദിച്ചറിയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അലീന എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു സാർ. ഒരു ദിവസം മുത്തശ്ശൻ ഹോസ്പിറ്റലിലേക്ക് വന്നു. ബ്രിജിത്ത മമ്മി ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു പാലയിലേക്ക്. ഏതിനാന്നൊന്നും എന്നോട് പറഞ്ഞില്ല. പോയി വന്നതിന് ശേഷമാണ് പറഞ്ഞത്. ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് മടിയായിരുന്നു. പക്ഷേ പോയി വന്നതിന് ശേഷമാണ് മമ്മി എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരാളെ കാണാൻ പോയതാണ് എന്ന് പറയണം. അങ്ങനെ ബ്രിജിത്ത മമ്മി പറഞ്ഞതനുസരിച്ച് മനുവേട്ടനും മുത്തശ്ശനും കൂടെ എന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഇതെൻ്റെ മുത്തശ്ശനാണെന്ന്. എനിക്കറിയത്തില്ലായിരുന്നു. എന്നെ കണ്ട് എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് കുറച്ച് കാശൊക്കെ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ബ്രിജിത്ത മമ്മിയുടെ അടുത്ത്. അങ്ങനെ ഒരുപാട് സ്നേഹത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടാണ് മുത്തശ്ശൻ അവിടെ നിന്ന് പോയത്. അന്ന് ആദ്യമായിട്ടാണ് ഞാൻ മുത്തശ്ശനെ മനുവേട്ടനെ കാണുന്നത് എന്നൊക്കെ അലീന പറയാണ്. പിന്നീട് മുത്തശ്ശൻ പോയതിന് ശേഷമാണ് ഞാൻ മമ്മിയോട് ചോദിച്ചത് അതാരാണ് മമ്മി, എന്നെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തല്ലോ, അത് ആരാണ് എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് മമ്മി എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞത് എൻ്റെ അമ്മയുടെ അച്ഛനാണ് എന്ന് പറഞ്ഞത്. അത് കേട്ടതും ഞാൻ ഷോക്കായി. അപ്പോൾ എനിക്ക് സ്വന്തക്കാരൊക്കെ ഉണ്ട്, അവിടേക്കാണ് എന്നെ പറഞ്ഞയക്കുന്നത് എന്നൊക്കെ മമ്മി പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ ഇവിടെ വന്ന് കയറിയ ദിവസം മുതൽ തന്നെ കൊല്ലപ്പള്ളിയിലാവട്ടെ കടപ്പാട്ടൂരാവട്ടെ വന്ന് കയറിയ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി രണ്ട് വീട്ടിലും ഞാനൊരു അധികപ്പറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരിക്കലും ആരും എന്നെ അംഗീകരിക്കാൻ പോകുന്നില്ല എന്നും മനസ്സിലായി. പിന്നെ മമ്മി എന്നോട് വാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരിക്കലും ആരാണ് എന്നുള്ള സത്യം ആരോടും പറയരുത് എന്നുള്ളത്. ആ വാക്ക് ഞാൻ പാലിക്കാൻ ഇതുവരെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ യാദൃശ്ചികമായിട്ടാണ് സാർ അത് കേൾക്കാനിടയായത്. അതിലെനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എന്താണ് അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും എനിക്ക് അറിയത്തില്ല എന്നൊക്കെ അലീന ഇങ്ങനെ തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്താണ് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് എനിക്കും അറിയത്തില്ല, പക്ഷേ എന്താണെങ്കിലും എന്നോട് കാണിച്ചത് വല്ലാത്തൊരു ചതി തന്നെയാണ് എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയരുത് സാർ, ഒരു പക്ഷേ അമ്മയ്ക്ക് തെറ്റ് പറ്റിയതാണെങ്കിലോ എല്ലാവരും കൂടെ അമ്മയെ ചതിച്ചതാണെങ്കിലോ എന്നൊക്കെ പറയുമ്പോൾ ആര് ചതിച്ചതാണെങ്കിലും അവൾക്ക് എന്നോട് പറയാമായിരുന്നു ഇങ്ങനെ ഒരു പാസ്റ്റ് അവളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ള കാര്യം. എല്ലാം ക്ഷമിച്ചും സഹിച്ചും ഞാൻ അവളെ സ്വീകരിച്ചിരുന്നേ. കാരണം എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൾക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഞാൻ ഒരു പക്ഷേ എന്നോട് ആദ്യമേ പറഞ്ഞിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഞാൻ അതൊക്കെ ക്ഷമിച്ച് അവളെ എൻ്റെ ജീവിതത്തിലേക്ക് തന്നെ ക്ഷണിച്ചേനെ എന്നൊക്കെ പറയാണ് ബാലചന്ദ്രൻ. പക്ഷേ അവരൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവത്തില്ല സാർ. കാരണം എങ്ങാനും എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനൊരു വിവാഹം നടക്കത്തില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം ഒന്നും പറയാതിരുന്നത് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇത്രയും നാളും ഒരു വിഡ്ഢി വേഷം കെട്ടുകയായിരുന്നില്ലേ ഞാൻ? ഇത്രയും നാളും ഞാൻ അഹങ്കരിക്കുകയായിരുന്നില്ലേ? എന്നെ ഒരു വിഡ്ഢിയായിട്ടല്ലേ അവരൊക്കെ കണ്ടത്? അവളുടെ മുന്നിൽ എപ്പോഴും ഞാൻ നിൽക്കുമ്പോൾ അവൾ ഉള്ളിൽ ചിരിക്കുകയായിരുന്നില്ലേ? ബാലചന്ദ്രൻ ഒരു വിഡ്ഢിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവളും അവളുടെ വീട്ടുകാരും ഉള്ളിൽ ചിരിക്കുകയായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ശരിക്കും ബാലചന്ദ്രൻ ഇങ്ങനെ കരയുന്നുണ്ട്, സങ്കടം വന്നിട്ടുണ്ട്. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമമാവാണ്. അലീന അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തോളിൽ കൈവച്ചുകൊണ്ട് സാർ ഇങ്ങനെ വിഷമിക്കല്ലേ, എന്താണ് സംഭവിച്ചത് എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്നാലും ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും അവളുടെ മുന്നിൽ വെറും വിഡ്ഢിയായി പോയില്ലേ മോളെ ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സങ്കടപ്പെട്ട് കരയാട്ടോ. ഇനി എന്താണെങ്കിലും അവളുടെ മുന്നിൽ ഞാൻ അങ്ങനെ നിൽക്കാൻ, ഒരു വിഡ്ഢി വേഷത്തിൽ നിൽക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇനി ശരിക്കും കടപ്പാട്ടൂര് ബാലചന്ദ്രൻ ആരാണെന്നുള്ളത് അറിയാൻ പോകുന്നതേ ഉള്ളൂ.
വൈജിയും അവളുടെ വീട്ടുകാരൊക്കെ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അലീനയ്ക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. സാർ എന്തായി പറയുന്നത്, എല്ലാവരോടും പറയാൻ പോകണോ? അയ്യോ വേണ്ട സാർ, എനിക്ക് പേടിയാണ്, പിന്നെ എനിക്കിവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല, പിന്നെ അമ്മയുടെ അവസ്ഥ എന്താകും എന്നൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ തൽക്കാലം ഞാനൊന്നും ആരോടും പറയുന്നില്ല, പറയാതെ തന്നെ എനിക്ക് എന്താണ് ഇതിന് ഉള്ള ശിക്ഷ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാണ് ബാലചന്ദ്രൻ കേട്ടോ. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ആകെ സങ്കടവും പേടിയും, എന്താണ് സാർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ, അതൊക്കെ ഉണ്ട്. അപ്പോൾ സാറ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നില്ല, ഇപ്പോൾ എങ്ങനെയാണോ പോണത് അങ്ങനെ പോട്ടെ, പതിയെ പതിയെ നമുക്ക് ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരാം, എന്താണെങ്കിലും ഇനി നിൻ്റെ ഇവിടുത്തെ ജീവിതം സേഫാണ്, നിന്നെ ഇനി ഒരിക്കലും ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞയക്കത്തില്ല, എൻ്റെ ബബിത മോൾ എങ്ങനെയാണോ, എൻ്റെ കൃഷ്ണമോൾ എങ്ങനെയാണോ, രോഹിത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നിന്നെ ഞാൻ കാണുന്നത്, നീ എനിക്ക് മകൾ തന്നെയാണ്, നീ ഒരിക്കലും ഇനി എന്നെ സാർ എന്ന് വിളിക്കരുത്, അച്ഛ എന്ന് വിളിക്കണം എന്ന് പറയുമ്പോൾ അത് സാർ എന്ന് പറഞ്ഞ് വീണ്ടും സാർ എന്ന് വിളിക്കരുതെന്നല്ലേ ഞാൻ പറഞ്ഞത്, അച്ഛ എന്ന് എന്നെ വിളിക്കണം, അത് എല്ലാവരും അംഗീകരിച്ച് തരത്തില്ലല്ലോ, അപ്പോൾ എന്തിനാണ് വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ ആര് എന്തൊക്കെ ഇഷ്യൂ ഉണ്ടാക്കി കഴിഞ്ഞാലും നീ എന്നെ അച്ഛ എന്ന് തന്നെ വിളിക്കണം, നീ അങ്ങനെ വിളിച്ചില്ല എങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും വൈജിയോടെന്നല്ല എല്ലാവരോടും വിളിച്ച് പറയും എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് പേടിയാണ്. വേണ്ട സാർ, ഞാൻ അങ്ങനെ വിളിച്ചോളാം എന്ന് പറയുമ്പോൾ അച്ഛാന്നോ ബാലച്ചാന്നോ എന്ത് വേണമെങ്കിലും നിനക്ക് വിളിക്കാം എന്ന് പറയാണ് അലീനയോട് ബാലചന്ദ്രൻ കേട്ടോ. അങ്ങനെ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ബാലചന്ദ്രൻ അങ്ങനെ പറഞ്ഞപ്പോൾ, അച്ഛ എന്നൊക്കെ വിളിക്കാൻ പറഞ്ഞില്ലേ, അതിലൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീട് അതേപോലെ ബാലചന്ദ്രൻ വൈജയന്തിയോടൊക്കെ വളരെ റൂഡായിട്ട്, അതായത് വൈജയന്തി പറയുന്ന കാര്യങ്ങൾക്കൊക്കെ തർക്കുത്തരം പറയുന്നത് പോലെ എതിര് പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റിങ്കുവിനെ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. റിങ്കു എപ്പോഴും അലീനയെ കാണാനായിട്ട് വരുന്നുണ്ട്, അലീനയോട് ഭയങ്കര സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ റിങ്കുവിനോടും അലീനയ്ക്ക് ഭയങ്കര സ്നേഹമാണ്, കാരണം തൻ്റെ ജീവൻ രക്ഷിക്കാൻ കാരണം റിങ്കു ആണല്ലോ. എപ്പോഴും അലീനയെ കാണാനായിട്ട് റിങ്കു വരും. അത് നമ്മുടെ ശർമ്മ തന്നെ, ഡോക്ടർ ശർമ്മ തന്നെ അലീനയുടെ അടുത്തേക്ക് റിങ്കുവിനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് കേട്ടോ. ചില സമയത്തൊക്കെ റിങ്കുവിനെ വീട്ടിലിട്ട് പൂട്ടിയിട്ട് പോവാതെ അലീനയുടെ അടുത്ത് ആക്കിയിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. വീട്ടിൽ അവനിങ്ങനെ തുറന്നു വിട്ടേക്കില്ല, അപ്പോൾ ചില സമയത്തൊക്കെ അലീനയുടെ അടുത്തേക്ക് ആക്കിയിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഭാഗങ്ങൾ വരെയുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇനി വരാൻ പോകുന്ന എപ്പിസോഡൊക്കെ കിടിലൻ എപ്പിസോഡാണ്, അടിപൊളി എപ്പിസോഡാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ സ്റ്റോറിയിൽ. അപ്പോൾ എന്താണെങ്കിലും ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു പുതിയ അപ്കമിങ് എപ്പിസോഡായിട്ട് വരാം.